വ്യാജമാല മോഷണ കേസിൽ ഇരയാക്കപ്പെട്ട ദളിത് സ്ത്രീ ബിന്ദുവിന്റെ മൊഴി രേഖപ്പെടുത്തി പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ 20 മണിക്കൂർ ക്രൂരപീഡനങ്ങൾക്ക് ഇരയാക്കിയെന്ന് ബിന്ദു മൊഴി നൽകി. സത്യം ജയിക്കുമെന്ന് കണ്ണീരോടെ ബിന്ദു മാധ്യമങ്ങളോട് പറഞ്ഞു. കുടിക്കാൻ ഒരൽപ്പം വെള്ളം പോലും നൽകാതെ മാനസികമായി പീഡിപ്പിച്ച പേരൂർക്കട പോലീസിന്റെ ക്രൂരതകളെല്ലാം ബിന്ദു ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തോട് വിവരിച്ചു. പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി KA വിദ്യാധരനാണ് ബിന്ദുവിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. ഈ കേസിൽ നിലവിൽ സസ്പെൻഷനിലുള്ള SI SG പ്രസാദ്, ASI പ്രസന്നൻ എന്നിവർക്കെതിരെ ബിന്ദു കൃത്യമായ മൊഴിയും നൽകി. ഈ നടന്ന അന്വേഷണത്തിൽ വിശ്വാസമുണ്ട്, സത്യം തെളിയുമെന്ന് വിശ്വാസമുണ്ട്. ചേച്ചിയുടെ പരാതിയിലാണല്ലോ അന്വേഷണം നടക്കുന്നത്. ഇതിൽ ഒരു കാര്യം, ഈ പോലീസിന്റെ അതിക്രമം കൂടാതെ ഈ വീട്ടുടമസ്ഥ ഈ മോഷണം കെട്ടിച്ചമച്ചതാണെന്നുള്ള പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അതും കൂടെ തെളിയിക്കപ്പെടേണ്ടതല്ലേ? ഇപ്പോൾ നേരത്തെ 3 പോലീസുകാർക്കെതിരെയാണ് നടപടിയെടുത്തത്. കൂടുതൽ പോലീസുകാർക്ക് പങ്കുണ്ടെന്ന് പറയുന്നു. ഉന്നതരായിട്ടുള്ള പല പോലീസുകാർക്ക് ഇത് പങ്കുണ്ട്. കാരണം കൺട്രോൾ റൂമിൽ അടക്കം ഇതിന്റെ CCTV ദൃശ്യങ്ങളുണ്ട്. ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടും 20 മണിക്കൂറുള്ളപ്പോൾ പോലീസുകാർ എന്തുകൊണ്ട് മൗനം പാലിച്ചു? അപ്പോൾ കൂടുതൽ പോലീസുകാർക്ക് എതിരെ നടപടി ഉണ്ടാവണ്ടേ? അതെല്ലാം കൃത്യമായിട്ട് ഇപ്പൊ നടക്കുന്ന അന്വേഷണത്തിൽ എല്ലാ സത്യവും പുറത്തു വരുമെന്നാണ് വിശ്വാസം. ഇതല്ല DGPക്ക് ചില പരാതികൾ കൊടുത്തിരുന്നല്ലോ, അതിൽ തുടർ നടപടി വല്ലതും ഉണ്ടായിരുന്നു? ഏപ്രിൽ 23-നാണ് കവടിയാറിലെ ഓമന ഡാനിയലിന്റെ വീട്ടുജോലിക്കാരിയായിരുന്ന ബിന്ദുവിനെ വീട്ടുടമസ്ഥയുടെ താലിമാല മോഷ്ടിച്ചെന്ന പരാതിയിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ചട്ടം ലംഘിച്ച് അനധികൃതമായി കസ്റ്റഡിയിൽ വെക്കുകയും മോഷണം നടന്നെന്ന് ഉറപ്പാക്കാതെ രാത്രിയിൽ തെളിവെടുപ്പിനായി ജോലി ചെയ്ത വീട്ടിലെത്തിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ കാണാതായ മാല പരാതിക്കാരിയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തുകയായിരുന്നു. മാല കിട്ടിയിട്ടും ബിന്ദുവിനോട് ആ വിവരം പറയാതെ പരാതിക്കാരിയുടെ ഔദാര്യത്തിൽ വിട്ടയക്കുന്നു എന്ന് പറയുകയും നാട്ടിൽ കണ്ടുപോകരുത് എന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു പേരൂർക്കട പോലീസ്. സംഭവത്തെ തുടർന്ന് SHO R ശിവകുമാറിനെയും സ്ഥലം മാറ്റി. പോലീസുകാർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി. ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP അന്വേഷണം ഏറ്റെടുത്തത്. ജൂലൈ 7-നകം റിപ്പോർട്ട് സമർപ്പിക്കണം. ജനം, തിരുവനന്തപുരം.